എടാ അരുണേ, ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? ആ തള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് നീ ഒട്ട് ഫോണും എടുക്കത്തില്ല. എടി ഞാൻ പറയും സ്വർണ്ണത്തിൻ്റെ കാര്യം എന്തായി? സ്വർണം ഞാൻ തരാം, ഏട്ടൻ വാങ്ങിത്തന്ന സ്വർണ്ണ. അതിന് ഞാൻ എന്ത് കള്ളം പറയുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു രൂപം കിട്ടുന്നില്ല. നാളെ നീ നമ്മൾ സ്ഥിരം കാണുന്നിടത്ത് വാ, അവിടെ ഞാൻ സ്വർണം കൊണ്ടുവരാം. നീ എൻ്റെ പൊന്നല്ലേ? അയ്യോ, അമ്മ വരുന്നു. പോ പോ, പെട്ടെന്ന് പോ. അമ്മയെന്താ ഇത്രയും താമസിച്ചേ? അതൊക്കെ പോട്ടെ, ആരാ ഇപ്പൊ ഇവിടുന്ന് പോയത്? അത് വഴി ചോദിച്ചതാ. എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ട്, ഞാനൊന്ന് മടക്കി വെക്കട്ടെ അമ്മേ. ഇവളാള് ശരിയല്ല, ഇവക്ക് എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. എൻ്റെ മോനെ ഇവള് ചതിക്കോ ആവോ. അവനാണെങ്കിൽ ഒന്നും പറഞ്ഞാലോട്ട് കേൾക്കത്തുമില്ല. ഓ, രക്ഷപ്പെട്ട്. കുറച്ച് പൈസ കൂടി എങ്ങനെയെങ്കിലും അവരുടെ മോൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിക്കണം. എന്നിട്ട് വേണം എനിക്ക് അരുണിൻ്റെ കൂടെ ജീവിക്കാൻ. ആ ഹലോ. ഹലോ ഏട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? ആ സുഖാടി, നിനക്കോ? എനിക്കും അതെ. പിന്നെ അമ്മേനെ കൊണ്ടുള്ള ശല്യം മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് എന്നെ ഭയങ്കര സംശയമാണ്. ആര് ഫോൺ ചെയ്താലും ആരെ വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നടക്കും. അങ്ങോട്ടും തിരിയാൻ മേല ഇങ്ങോട്ടും തിരിയാൻ മേലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒന്നും ഇല്ലടി, നിനക്ക് തോന്നുന്ന. ഏട്ടനിനി എന്നാ നാട്ടിലേക്ക്? ആരാടി ഫോണില്? ഏട്ടനാ. ഇങ്ങത്താ, ഞാനൊന്ന് നോക്കട്ടെ. ഹലോ. ആ അമ്മേ, ഞാനാ. ആ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേരല്ലേ മോനെ, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആരെയൊക്കെയാണ് വിളിക്കുന്നതെന്ന് ആർക്കറിയാം. അമ്മ അവളെ അങ്ങനെ സംശയിക്കൊന്നും വേണ്ടെന്നേ. അവൾ എന്നെ എപ്പോഴും വിളിക്കൊണ്ടിരിക്കുന്നത്. ആ, അങ്ങനെ ആയാ കൊള്ളാം. ഫോണ്. ആരാ ഫോണില്? മോനാണോ? അല്ല, ഫ്രണ്ടാ. ഫ്രണ്ടോ? മീനു, ഞാനേ നിൻ്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ. അത് നീ എടുത്തിട്ട് ഹൗസിംഗ് ലോൺ അടയ്ക്കണം. മറന്നു പോകരുത് കേട്ടോ, നാളെ തന്നെ അടയ്ക്കണം. അടയ്ക്കാൻ ചേട്ടായി, നാളെ തന്നെ അടയ്ക്കാം. പിന്നെ ഇനി എത്ര അടയ്ക്കാനുണ്ട് ബാലൻസ്? അതൊരു 20 ലക്ഷം രൂപ വരും. ആ, അയ്യോ, ഞാനൊന്നും അടയ്ക്കില്ല പൈസ. പിന്നെ ആ 20 ലക്ഷം അതുകൂടി എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. എടാ അരുണേ, നീ ഇത് എന്തെടുക്കുവാ? എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നത്, നീ എന്താ ഫോൺ എടുക്കാത്തേ? ദേ, നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവേ. നീ കൃത്യ സ്ഥലത്ത് തന്നെ ഉണ്ടാവണം. എനിക്ക് എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ നീ ഫോൺ എടുക്കാതെ, ഇവിടെ ആരെ വിളിച്ചുകൊണ്ടിരിക്കുവോ? എത്ര നേരമായിട്ട് വിളിക്കുന്നു? ആ മോനെ. ആ അമ്മേ, ഞാനേ നീനുവിനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടല്ലോ. കുറേ നേരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. അവിടെ ഉണ്ടോ അവള്? അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. അമ്മ നോക്കട്ടെ. നീനു, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇവളെന്നാലും ഇതെവിടെ പോയി? മോനെ, അവളെ ഇവിടെയൊന്നും കാണുന്നില്ല. മോനെ, ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ജപ്തിയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. മോനെ, നീ ബാങ്കിൽ പൈസ അടച്ചില്ലായിരുന്നോ? അമ്മ, ഞാൻ അവളുടെ പൈസ കൊടുത്താണല്ലോ. എന്നാ അവള് നിന്നെ ചതിച്ചല്ലോടാ മോനെ. ഇല്ലമ്മ, അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല.